ആ ഹലോ. ഹലോ ഉജ്ജ്വൽ, കേക്കാവോ? കേക്കാമോ? ഹലോ ഉജ്ജ്വൽ. ഹലോ സാർ. ആ, കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? ആ, കേൾക്കാം. ഓക്കെ. ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു 2 മിനിറ്റ്സ്. ആ, ഓക്കെ സാർ. ഓക്കെ. ഹലോ. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് മേടിച്ചായിരുന്നല്ലോ അല്ലേ ഇന്ന്? ആ, മേടിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ അതില് സെക്ഷൻ 1 ഒന്ന് എടുക്കാമോ? സെക്ഷൻ 1 ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതില് ആ ബുക്കിലെ സെക്ഷൻ 1 ഒന്ന് എടുക്കാമോ? സെക്ഷൻ 1. എടുത്തു സാർ. ഇപ്പൊ ഈ കാണുന്നത് തന്നെയല്ലേ കാണുന്നത്? ഈ ഇമേജ് തന്നെയല്ലേ കാണുന്നത്? അത് തന്നെ. ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഇങ്ങനത്തെ ഉണ്ട്. ഡ്രോയിങ്ങിന്റെ സ്കെയിലും ഓക്കെ, സ്കെയിൽ. ഡിവൈഡറും ഉണ്ട്. ഓക്കെ. ഞാൻ പിന്നെ ഇത് ഞാൻ സെറ്റ് സ്ക്വയർസ് ഞാൻ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ എഴുതുന്ന കാണാം. അതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ, സ്കെയിലുണ്ട്. പിന്നെന്താ, ഡിവൈഡർ ഉണ്ടല്ലേ? ഉം. പിന്നെ ഈ പ്രൊട്രാക്ടർ ഉണ്ടോ? ഇത് പ്രൊട്രാക്ടർ. പ്രൊട്ടക്ടർ ഉണ്ട്. ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടല്ലോ അല്ലേ? ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ല, ഇതിനകത്ത് ടൂൾസ് മാത്രമായിട്ട്. ആ, ഓക്കെ, ഓക്കെ, അത് മതി. സ്കെയിലിന്റെ ലെങ്ത് എത്രയാ? രണ്ടെണ്ണം ഉണ്ട്. 15 സെന്റിമീറ്റർ ഉണ്ട്, 30 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറയണോ? ഡ്രോയിങ് ബോർഡ് അതൊന്നും പറയണ്ടല്ലോ. അതൊന്നും പറയണ്ട. ഓക്കെ. പിന്നെ ഷീറ്റിന്റെ സൈസ് A0 A1 A2 അതൊക്കെ ബുക്ക് ബുക്ക് നോക്കിയാൽ മതി, കാരണം അതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല കേട്ടോ. ആ, പക്ഷെ ജസ്റ്റ് ഒന്ന് അവരും ചോദിക്കുന്ന വരയ്ക്കുന്ന മാത്രമേ അല്ല, ചോദിക്കത്തുള്ളൂ പറയാ. വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഷീറ്റിന്റെ സൈസ് ഒക്കെ A4 ഷീറ്റ് ഒക്കെ നമ്മൾ സ്ഥിരം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ? A4. ആ, A4 സൈസ് യൂസ് എ ചെയ്യുന്നേ. ഫോർ സൈസ് നമ്മൾ പ്രിന്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ A4 സൈസ് ഷീറ്റിലാണ് പ്രിന്റ് എടുക്കുന്നത്. ഉം. പിന്നെ പലതരത്തിലുള്ള ഷീറ്റിന്റെ സൈസുകളുണ്ട്. A3 ഉണ്ട്, A2 ഉണ്ട്, A0 A1 ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന്, ഉം. അതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ നമ്മൾ ഏതെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കും. ഓക്കെ. ആ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം അത് കേട്ടോ. ഉം. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയും. ആ ഡ്രോയിങ് ഷീറ്റിന് ഇപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന അത് തന്നെ അവിടെ ബുക്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഞാനിപ്പോ ഈ കാണിക്കുന്നത്. ഉണ്ട്. ഓക്കെ, ഓക്കെ, അതുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഡ്രോയിങ് ഷീറ്റിന്റെ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഷീറ്റിലാണ്. അപ്പൊ അതിന് ഒരു ലേ ഔട്ട് ഉണ്ട്. ആ ലേ ഔട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. എഗെയിൻ നിങ്ങളുടെ ഫൈനൽ KTUവിന്റെ എക്സാമിന് ഡ്രോയിങ് ഷീറ്റിലല്ല വരയ്ക്കുന്നത്, വേറൊരു ഉം. യൂണിവേഴ്സിറ്റി തരുന്നൊരു പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പൊ അതിനകത്തിൽ അതിന് ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ
എഗെയിൻ നമ്മളൊരു വേറൊരു ഇൻഡസ്ട്രിയിലോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഡ്രോയിങ് ഷീറ്റിനെ പറ്റി ചിലപ്പോൾ അവർ ചോദിക്കും. ഓക്കെ. ഉം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, ആ ഒരു പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഡയമെൻഷനിങ് ബേസിക്സ് ഒരു ഉം. കുറച്ച് കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കയറാം കേട്ടോ. ആ. ഓക്കെ, ഡയമെൻഷനിങ്. ഡയമെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സിനെല്ലാം ഒരു അളവുണ്ടാവും, ഒരു മെഷർമെന്റ് ഉണ്ടാവും. ഓക്കെ. ഉം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡ്രോയിങ്ങിൽ കാണാം 150, 25, 37.5, 75, 24 ഡയമീറ്റർ, 25 കാണുന്നുണ്ടോ ബുക്കിൽ? ഇതേ ഇമേജ് തന്നെ കാണുന്നുണ്ടല്ലോ. ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഇമേജിനെ അതിന്റെ മെഷർമെന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഡയമെൻഷനിങ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ് എല്ലാം ഡയമെൻഷൻഡ് ഡ്രോയിങ്സ് ആണ്. ഡയമെൻഷൻഡ് ഡ്രോയിങ്സ്. യെസ് സാർ. ഡയമെൻഷൻഡ് ഡ്രോയിങ്സ്. ഓക്കെ. അപ്പം എക്സാമിന് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏത് പടം വരച്ചാലും അതിനകത്തിൽ നമ്മുടെ മെഷർമെന്റ്സ് എല്ലാം അടയാളപ്പെടുത്തണം കേട്ടോ. ഉം. കാരണം അതിന് മിനിമം 2 മുതൽ 3 വരെ മാർക്കുണ്ട് ഡയമെൻഷൻ ചെയ്യുന്നതിന്. അപ്പം നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻ ചെയ്തില്ലെങ്കിൽ 5 × 2, 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്ക് അവിടെ പോകും. മനസ്സിലായില്ലേ? ഉം. അപ്പോൾ ഡയമെൻഷനിങ് ഏത് ഡ്രോയിങ് ആണോ നമ്മൾ വരയ്ക്കുന്നത് ആ ഡ്രോയിങ്ങിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ അടയാളപ്പെടുത്തുകയാണ്. അതിനെയാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഉം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് പേജ് എടുത്തേ ബുക്കിൽ. പേജ് നമ്പർ ടൈപ്സ് ഓഫ് ലൈൻസ് എന്നൊരു പേജ് കണ്ടോ? ടൈപ്സ് ഓഫ് ലൈൻസ്. ആ, അതെടുത്തു. ആ, അപ്പം ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പിലുള്ള ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കട്ടിയുള്ള ലൈന്, പിന്നെ കട്ടി കുറഞ്ഞ ലൈന്, സോളിഡ്. തിൻ ലൈൻ. തിൻ ഓക്കെ. ലൈനും. ഓക്കെ. ഉം. അപ്പം CAD ഒക്കെ ഉപയോഗിക്കുമ്പം ഇത് ഉപയോഗിക്കത്തില്ലേ, സെന്റർ? ഏതാണ് ഏതാണ് CAD ഉപയോഗിക്കുമ്പം. ഏതാ? സെന്റർ ലൈൻ അല്ലേ? സെന്റർ ലൈൻ. ആ. സെന്റർ ലൈൻ അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ആക്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സിലിണ്ടർ ഇങ്ങനെ വരച്ചെന്ന്. സിലിണ്ടർ. ഓക്കെ. യെസ് സാർ. ഇപ്പൊ സിലിണ്ടർ വരയ്ക്കുമ്പോൾ അതിന്റെ സെന്റർ ലൈൻ നമ്മൾ കാണിക്കുന്ന ലൈൻ ചെയിൻ ലൈൻ എന്ന് പറയും. ചെയിൻ ലൈൻ. യെസ് സാർ. അപ്പൊ ഇതിൽ നോക്കിയാൽ കാണാം, ഇതിലെവിടെയെങ്കിലും ചെയിൻ ലൈൻ ഉണ്ടോ നോക്കി. ഈ ടേബിളിൽ ചെയിൻ ലൈൻ എവിടെയെങ്കിലും കാണും. ചെയിൻ ലൈൻ. ചെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ സെന്റർ ലൈൻ കണ്ടോ? അതായത് മൂന്നാമത്തെ ലൈൻ ആ. ഉം. കണ്ടോ? മൂന്നാമത്തേത് കണ്ടോ? കണ്ടു സാർ. സെന്റർ ലൈൻ എന്ന് കണ്ടോ? കണ്ടായിരുന്നു. സെന്റർ ലൈൻ കണ്ടോ? ഉം. കണ്ടു. കണ്ടു. അപ്പൊ നമ്മൾ ഈ 3 ലൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ 3 ലൈൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡോട്ടഡ് ലൈൻ ഉപയോഗിക്കും. ഡോട്ടഡ് ലൈൻ. യെസ് സാർ. ഡോട്ടഡ് ലൈൻ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജസ് കാണാൻ പറ്റാത്തത് വരുമ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യെസ് സാർ. അപ്പം അത് ഓർത്തിരിക്കണം. അത് വരയ്ക്കുമ്പോൾ ഞാൻ പറയാം, പക്ഷേ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ടൈപ്സ് ഓഫ് ലൈൻസ്. ഓക്കെ. ആ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ, പിന്നെ വന്നിട്ട് നെക്സ്റ്റ് പേജ് നമ്പർ 15 എടുത്തേ. അതിനകത്തില് ഫുൾ സ്കെയില്, റെഡ്യൂസ്ഡ് സ്കെയില്, എൻലാർജ്ഡ് സ്കെയിൽ എന്ന് കണ്ടോ? ആ, കണ്ടു സാർ. കണ്ടു. അപ്പൊ ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ അവര് എക്സാമിന് ക്വസ്റ്റ്യനിൽ അവര് നമുക്കൊരു ഒരു ഡേറ്റ തരും. അപ്പൊ ആ ഡേറ്റ വെച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 50 സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോഴും 50 സെന്റിമീറ്റർ തന്നെയാണ് എടുത്ത് വരയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ് സാർ. ഇനി റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നൊരു ഒരു ഡേറ്റ അതിനെ നമ്മൾ ചെറുതാക്കി വരയ്ക്കുന്നതിനെയാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബിൽഡിംഗ് ഇല്ലേ, ബിൽഡിംഗ് നമ്മളൊരു വലിയൊരു ഫ്ലാറ്റിന്റെ ഡ്രോയിങ് വരയ്ക്കുവാന്നിരിക്കുക, വലിയൊരു ഫ്ലാറ്റ്. അപ്പോൾ അതിന്റെ യെസ് സാർ. അതിന്റെ ഡ്രോയിങ് വരയ്ക്കുമ്പം
നമുക്ക് കാരണം ബിൽഡിങ്ങിന്റെ സൈസ് അറിയാമല്ലോ, വളരെ വലിയ വലിയ സൈസാണ് ബിൽഡിങ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പം ആ ബിൽഡിങ്ങിന്റെ അതേ സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിന്റെ സൈസ് ചെറുതാക്കിയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെയാണ് എൻലാർജ്ഡ് സ്കെയിൽ ഡ്രോയിങ്. എൻലാർജ്ഡ് സ്കെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു വാച്ചിന്റെ അകത്ത് ഒരുപാട് വളരെ ചെറിയ 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 പാർട്സുകളുണ്ട്. അപ്പോൾ അതിന്റെ ഡ്രോയിങ് വരയ്ക്കുമ്പം നമ്മൾ അതിനെ വലുതാക്കിയിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വരയ്ക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് യെസ് സർ. എൻലാർജ്ഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. എൻലാർജ്ഡ്, ഓക്കെ. അപ്പൊ ഇത് മൂന്നും ഓർത്തിരിക്കണം. അപ്പൊ ഇത് മൂന്നും ഇത് ഇങ്ങനത്തെ മൂന്ന് ടൈപ്പ് ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കും. അതായത് നമ്മൾ ഫുൾ സ്കെയിൽ ഡ്രോയിങ്സ് വരയ്ക്കും, റെഡ്യൂസ്ഡ് സ്കെയിൽ ഡ്രോയിങ് വരയ്ക്കും, അതുപോലെ എൻലാർജ്ഡ് സ്കെയിൽ ഡ്രോയിങ്. ഇത് മൂന്നും മനസ്സിലായി എന്താണെന്ന്, ഡിഫറൻസ് മനസ്സിലായല്ലോ? ആ മനസ്സിലായി. ഓക്കെ, ശരി. പക്ഷെ ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഓക്കെ. ആ. യെസ് സർ. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതൊന്നും ചോദിക്കത്തില്ല. ഇത് ഫുൾ സ്കെയിൽ ഡ്രോയിങ് ആ എന്താണ്, റെഡ്യൂസ്ഡ് സ്കെയിൽ ഡ്രോയിങ് എന്താണ്. യൂണിവേഴ്സിറ്റിക്ക് ആ ഇ- ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം, ഓക്കെ. അതിനുവേണ്ടി ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ, ഓക്കെ. യെസ് സർ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ BIS കോഡ്, ഓക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഓക്കെ. പിന്നെ പെൻസിൽ വരയ്ക്കാൻ പെൻസിൽ ഉണ്ടല്ലോ അല്ലേ, വരയ്ക്കാൻ. അപ്പൊ പെൻസിലുണ്ട്. ഏതാ, മെക്കാനിക്കൽ പെൻസിലാണോ വുഡൻ പെൻസിലാണോ? മെക്കാനിക്കല്. ഓക്കെ, ക്ലച്ച് പെൻസിലാണോ അല്ലേ? ആ. ഓക്കെ. അപ്പൊ അതിന്റെ ലെഡ് ഏതാണ്, ആണോ? ലെഡ് നോക്കി, ആണോ 2H ആണോ, ഏതാണ് അതിന്റെ ആ ഇത് ക്ലച്ച് പെൻസിൽ? 0.5 mm എന്നാ കൊടുത്തേക്കുന്നത്. 0.5 mm അല്ല. ഒരു പെൻസിലിന്റെ ഒരു ലെഡ് ഒരു ബോക്സ് പോലെ കിട്ടത്തില്ലേ, ഒരു ലെഡിന്റെ ഒരു ബോക്സ് പോലെ കിട്ടത്തില്ലേ, ലെഡ്. ആ അത് കിട്ടും. അതിന്റെ പുറത്ത്, അതിന്റെ കവറിന്റെ പുറത്ത് അത് ആണോ 2H ആണോ ഒന്ന് എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കാവോ, ആണോ 2H അതുണ്ടോ, കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നോക്കിയോ, ഇല്ലെങ്കിൽ കയ്യിലുണ്ട്. വേണം. ഉം? കയ്യിലുണ്ട്. ഒന്ന് നോക്കാവോ. HB എന്നാ എഴുതിയേക്കുന്നത്. HB. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. ആഹ് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ പോയിട്ട് എച്ചിന്റെ ലഡ്ഡു മേടിക്കണം. കേട്ടോ, എച്ച്. ഓക്കെ സാർ. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എച്ചിന്റെ ലഡ്ഡാണ് വേണ്ടത്, ഓക്കെ. ആ അതായത് ഇവിടെ കണ്ടോ, അത് കിട്ടണം. ഡ്രോയിങ് പെൻസിൽസ് അതായത് പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ പേജ് നമ്പർ 17 എടുക്കാം. പേജ് നമ്പർ 17 ആണോ അവിടെ എടുത്തേക്കുന്നത്, നോക്കാം. പേജ് നമ്പർ 17. ഞാൻ 17-ലായിരിക്കുന്നു. അപ്പൊ 17 ഡ്രോയിങ് പെൻസിൽസ് എന്ന് പറയുന്നത് കാണോ, ഡ്രോയിങ് പെൻസിൽസ്. ഇല്ല, അത് 18-ല. 18 ഓക്കെ, നോ ഇഷ്യൂ, കുഴപ്പമില്ല. അപ്പൊ 18 അവിടെ നോക്കിയാൽ കാണാം മീഡിയം ഗ്രേഡ് പെൻസിൽസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, മീഡിയം ഗ്രേഡ് പെൻസിൽസ് കണ്ടോ? കണ്ടു സാർ. അപ്പൊ നമുക്ക് 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 വേണ്ടത് പെൻസിലാണ്. അപ്പൊ നമുക്ക് മാത്രം മതി. എച്ച് മേടിക്കണം. എച്ചിന്റെ ലെഡ് മേടിച്ചാൽ മതി കേട്ടോ, നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ, യെസ്. ഓക്കെ. യെസ് സാർ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ. യെസ്. അപ്പം ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, പ്രൊജക്ഷൻ, ഓക്കെ. യെസ് സാർ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്ലെയിൻ ഉണ്ട്, ഓക്കെ. ഇതിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇതിലോട്ട് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു ക്യൂബ് കാണാം, ഈ ക്യൂബാണ് ഒബ്ജക്റ്റ്. ഒബ്സർവർ എന്ന് പറയുന്ന ആള് ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പം ആളിന്റെ കണ്ണിൽ നിന്ന് റേ വന്നിട്ട് അതിന്റെ ഇമേജ് നമുക്ക് ആ പ്ലെയിനിൽ കിട്ടും. ആ ഇമേജിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ. അപ്പൊ ഇങ്ങനെ ഇമേജ് വരയ്ക്കുന്ന നമ്മുടെ ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് വരയ്ക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ് സാർ. ഓക്കെ. ആ ഇമേജിൽ ആ ഒരു ഇമേജ് നോക്കിയാൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്സർവർ ഉണ്ട്. ഒബ്സർവർ ആ ഒബ്ജക്റ്റിനെ നോക്കുന്നു. ആ അപ്പൊ ആ കണ്ണിൽ നിന്ന് റേ ഒബ്സർവർ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ നോക്കുമ്പം ആ ആ ആ ഒബ്സർവറിന്റെ കണ്ണിൽ നിന്നുള്ള റേ വന്ന ഒബ്ജക്റ്റിൽ വീണിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എനിക്ക് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ കിട്ടുന്നു. അങ്ങനെ ആ ഇമേജ് നമ്മൾ വരയ്ക്കുന്നതിനെയാണ്
എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. യെസ് സാർ. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പല തരത്തിലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് പേജിൽ എടുത്താൽ കാണാം പാരലൽ പ്രൊജക്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, നമ്മൾ പഠിക്കുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ക്യൂബാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നോക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന്, അപ്പോൾ ഇതിന് 1 2 3 4 കോർണർ ഉണ്ട്. അപ്പോൾ അതിന് 4 റേ വരുന്നു. 1 2 3 4 റേ. ഈ വരുന്ന റേസ് ഉം. എല്ലാം പാരലലാണ്, തമ്മിൽ പാരലലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാരലലാണ്. ആൻഡ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ, ഈ റേ വന്നിട്ട് 90 ഡിഗ്രിയിലാണ് ഈ പ്ലെയിനിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഒന്നുകൂടെ യെസ് പറയാം. സാർ. നമുക്ക് പ്ലെയിൻ ഉണ്ട്. ഇതാണ് പ്ലെയിന്. നമുക്കൊരു, ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻ്റെ കണ്ണീന്ന് റേ വന്ന് ഈ ഒബ്ജക്റ്റിൽ വീണിട്ട് നേരെ ഈ റേ ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലോട്ട് വരുന്നു. ഉം. ഓക്കെ. അപ്പൊ എനിക്ക് അതിന്റെ ഇമേജ് എനിക്ക് ആ പ്ലെയിനിൽ കിട്ടുന്നു. ഓക്കെ. ഉം. അപ്പൊ ഈ ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത്, ഇതാണ് പ്രൊജക്ടർ. എൻ്റെ കണ്ണീന്ന് വരുന്ന റേ ആണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടർ പാരലലാണ്, തമ്മിൽ പാരലലാണ്. അത് മാത്രമല്ല, അത് ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് ഇടിക്കുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഉം. മനസ്സിലായി സാർ. ഓക്കെ. അപ്പോൾ അതാണ് അതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ അങ്ങനെ നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ ഇപ്പൊ ഈ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, അതായത് ആ പേജ് നമ്പർ 20 എടുത്തേ. പേജ് നമ്പർ 20. എടുത്തു സാർ. ഈ കാണുന്ന, ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന ഇമേജ് തന്നെയാണോ കാണുന്നത് അവിടെ? അത് തന്നെ കാണുന്നേ. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണിത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഉം. ഒബ്ജക്റ്റിന്റെ ഡിഫറെന്റ് ഡ്രോയിങ്സ് ആണ് കാണിച്ചേക്കുന്നത്. ഫ്രണ്ട് വ്യൂ, അപ്പൊ ഇതാണ് ഈ ടോപ്പ് വ്യൂ, ഈ ഈ സൈഡ്. യെസ്, അതറിയാം. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ അറിയാമല്ലോ അല്ലേ? അതറിയാം. ഉം. ഓക്കെ. അപ്പൊ ഈ ഒരു എൽ ഷേപ്പിൽ കാണുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണിത്. പിന്നെ ടോപ്പ് വ്യൂ, മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ടോപ്പ് വ്യൂ ആണ്. പിന്നെ രണ്ട് സൈഡ് വ്യൂ ഉണ്ട്. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ട്, ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന കാണുന്നത്. അതാണ് റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ സാർ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത്, ഇതിൽ നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇതിൽ പ്ലെയിൻസ് ഉണ്ട്, പ്ലെയിൻസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജ് വന്നിട്ട് വീഴുന്ന അതിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്ലെയിൻ, ഇവിടെ രണ്ട് തരത്തിലുള്ള പ്ലെയിൻ ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്. ആ ബുക്കിൽ യെസ് കാണുന്നുണ്ടോ? സാർ. പേജ് നമ്പർ 20 ആ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഓക്കെ. ഉം. അപ്പം നമുക്ക് രണ്ട് പ്ലെയിനാണ് ഉള്ളത്. ഒന്ന് വെർട്ടിക്കൽ പ്ലെയിനും മറ്റൊന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനും. ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്, 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ യെസ് സാർ. ഈ ഈ ഈ ഈ രണ്ട് പ്ലെയിനും കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്പേസ്, ഇത് നമ്മുടെ സ്പേസ് ആണ്. ആക്ച്വലി നമ്മുടെ സ്പേസ് ആണ്, നമ്മുടെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ സ്പേസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ റീജിയൻസിനെ നമ്മൾ ക്വാഡ്രൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ദിസ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ദിസ് ഇസ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 ക്വാഡ്രൻസ് ആയിട്ട് നമ്മുടെ സ്പേസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ട് പ്ലെയിൻ ഉപയോഗിച്ചിട്ട്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഉപയോഗിച്ചിട്ട്. വെർട്ടിക്കൽ പ്ലെയിനെ VP എന്ന് പറയും, ഹൊറിസോണ്ടൽ പ്ലെയിനെ HP എന്ന് പറയും. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷനെ പറയുന്ന പേരാണ് XY ലൈൻ എന്ന് പറയുന്നത്. XY ലൈൻ. അത്രയും ക്ലിയർ യെസ് ആണോ? സാർ. അത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആദ്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ. ഇപ്പൊ ഈ ബുക്കിൽ ഈ പേജാണോ ഇപ്പൊ എടുത്തേക്കുന്നത്? ഇപ്പൊ ഈ പേജ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്. ഇപ്പൊ അത് തന്നെ എടുത്തേക്കുന്നത്. ഓക്കെ.
അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് കാണാം. ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ. ഓക്കെ. അപ്പോൾ അതിന്റെ ഇമേജ് നോക്കിയാൽ കാണാം. ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഇമേജ് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നു. അതിനെ എലിവേഷൻ എന്ന് പറയും. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിനെ താഴെ എച്ച് പിയിൽ കിട്ടും. അതിനെ പ്ലാൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റിന്റെ ഇമേജ് എലിവേഷനും പ്ലാനും അതിൽ മാർക്ക് ചെയ്തേക്കുന്ന കാണാം. എന്നിട്ട് ആ ആ ഇതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇമേജ് എനിക്ക് വി പിയിലും കിട്ടി, എച്ച് പിയിലും കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ കാണാം ഫ്രണ്ട് വ്യൂ. ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ഞാൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടും. അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതാണ് എൻ്റെ ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂവിനെ പറയുന്ന വേറൊരു പേരാണ് എലിവേഷൻ എന്ന് പറയും, എലിവേഷൻ. ടോപ്പ് വ്യൂവിനെ പറയുന്ന വേറൊരു പേരാണ് പ്ലാൻ. മനസ്സിലായോ? ഇത് യെസ് സാർ. മനസ്സിലായോ? ഈ ഇമേജ് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ഡൗട്ട് ഇല്ലല്ലോ ആ ഇമേജിൽ? ആ ഇമേജ് ഡൗട്ടില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റ് ഇരിക്കുന്ന ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ആ ഓക്കെ. ദെൻ അത് കഴിഞ്ഞു. ഇനി അടുത്ത തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്തായിരിക്കും? തേർഡ് ആംഗിൾ പ്രൊജക്ഷന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റില്ല. തേർഡ് ആംഗിൾ ആകുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആവും. തേർഡ് ക്വാഡ്രന്റിൽ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഒരു പോയിന്റ് തേർഡ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന കാണാം. ഇത് ഉം. 2.4 എടുക്കാമോ? 2.4 ടെക്സ്റ്റ് ബുക്കിൽ. അതെടുത്ത് സാർ. ഓക്കെ. അപ്പൊ ഇവിടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ആ പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഫ്രണ്ട് വ്യൂ എനിക്ക് എലിവേഷൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കിട്ടി, ഫ്രണ്ട് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ എനിക്ക് ഇവിടെ കിട്ടി. ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഫിഗർ ഇമേജ് ഇവിടെ കാണുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, എലിവേഷൻ പ്ലാൻ ഇവിടെ കിട്ടി. എന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനെ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് കിട്ടും. ആൻഡ് ഫൈനലി ദിസ് ഇസ് മൈ ആൻസർ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഇതാണ് പ്ലാൻ. യെസ് സാർ. അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. ഇത് താഴെ ഇത് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇതിനെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ആംഗിൾ യെസ്. പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ക്ലിയർ ആണ് സാർ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളിനി നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ട് പല ഡിഫറെന്റ് ക്വാഡ്രൻസിൽ ഇരുന്നിട്ട് അത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രോബ്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഉം. ആദ്യത്തെ എക്സാമിന് ഇത് ചോദിക്കത്തില്ല. പക്ഷെ ഇത് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ലൈൻസ് ആണ്. പക്ഷെ നമ്മൾ ലൈൻസിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതിന്റെ ബേസിക്സ് ആണ്. ഇത് ക്ലിയർ ആയെങ്കിലേ നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. യെസ് സാർ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഉം. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് എക്സാമിന് ചോദിക്കത്തില്ല. എക്സാമിന് ലൈൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ലൈൻസിലോട്ട് നമുക്ക് അതറിയും. ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. ലൈൻസിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ പോയിന്റ് പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാൻ അല്ലെങ്കിൽ പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ. അത് പിടിയിട്ടതില്ല എന്തുവാണെന്ന് പറയുന്നത്. പിടികിട്ടത്തില്ല. അത് തന്നെ. അതായത് പോയിന്റ്സ് പഠിച്ചിട്ടേ നമുക്ക് ലൈൻസിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഉം. ശരി. അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിൽ നമ്മൾ പല പല ഡിഫറെന്റ് സെക്ഷൻ 3 എടുക്കാമോ? സെക്ഷൻ 3 ബുക്കിൽ സെക്ഷൻ 3. എടുത്തു സാർ. ഓക്കെ. എടുത്തു സാർ. ഓക്കെ. അപ്പോൾ സെക്ഷൻ 3ല് പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പോയിന്റ്സ് എങ്ങനെ ഇരിക്കുന്ന എന്നുള്ളതിന്റെ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ. അപ്പം യെസ്. ഞാൻ ആദ്യം ഇവിടെ ക്വാഡ്രന്റ് ഒന്ന് വരയ്ക്കാം. ഉം. ഓക്കെ. അപ്പൊ ഇതാണ്
ഞാൻ ഈ വരച്ച ക്വാഡ്രന്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ക്വാഡ്രന്റ്. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എബവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഓക്കെ, അപ്പം ഇതാണ് എച്ച് പി, HP. ഈ പ്ലെയിൻ ആണ് വി പി എന്ന് പറയുന്നത്. അപ്പോൾ എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കിയേ. രണ്ടാമത്തെ ടൈപ്പ് എബവ് HP ആൻഡ് ബിഹൈൻഡ് VP അപ്പുറത്തെ സൈഡിലോട്ട്, ഇതിന്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ്. സൈഡ്, അതായത് ഇവിടെ സെക്കൻഡ് വരും, ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് വരും. ഓക്കെ. ഓക്കെ. ഇനി മൂന്നാമത്തേത് നോക്കിയേ. തേർഡ് ക്വാഡ്രന്റ് യാ ബിലോ HP ബിലോ ബിഹൈൻഡ് VP. ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രന്റ് വരും. ഓക്കെ, തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ. പിന്നെ നാലാമത്തെ നോക്കിയേ. ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ഫോർത്ത് ഫോർത്തിൽ ക്വാഡ്രന്റ്. വരും. ഓക്കെ, ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഓക്കെ. ഇനി അടുത്ത യെസ് സർ. അഞ്ചാമത്തെ നോക്കിയേ. പോയിന്റ് ഓൺ ബോത്ത് HP ആൻഡ് VP നടുക്ക് വരും. പോയിന്റ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ലൈൻ ഉണ്ടല്ലോ, എക്സ് വൈ ലൈൻ. XY ലൈൻ വരും. എക്സ് വൈ ലൈനിലായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ഉം. ആ. ഓക്കെ. അടുത്ത ആറാമത്തേത്. ഇൻ ഫ്രണ്ട് ഓഫ് VP അതാ ഫസ്റ്റ് ക്വാഡ്രന്റ്, പക്ഷെ HP-നകത്തായിരിക്കും വരുന്നത്. ആറാമത്തെ പറഞ്ഞാൽ പോയിന്റ് ഓൺ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് പോയിന്റ് ഓൺ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റിലും വരാം, ഫോർത്തിലും വരാം, അല്ലേ? ക്വാഡ്രന്റ് വരാം. ആ. ഓക്കെ. ഇനി അടുത്തത് പോയിന്റ് ഏഴ്, ഏഴാമത്തേത്. പോയിന്റ് ഓൺ അതാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, ഇപ്പോ സെക്കൻഡിലും തേർഡിലും വരാം. സെക്കൻഡിലും HP-ല്. തേർഡിലും വരും. അതെ, അതായത് ഇവിടെ വരും പോയിന്റ് ഓൺ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ഓക്കെ. പിന്നെ അടുത്തത് എട്ടാമത്തേത്. അത് VP വരും. സെക്കൻഡും ഫസ്റ്റ് ക്വാഡ്രന്റും വരും. സെക്കൻഡ്, അതായത് ഇവിടെ വരും പോയിന്റ് ഓൺ വി ഉം. പി ആൻഡ് എബോവ് എച്ച് പി, അല്ലേ? VP ആകുമ്പോ ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ. ലാസ്റ്റ് വണ് അതിന്റെ ഓപ്പോസിറ്റ്, തേർഡും ഫോർത്തും ക്വാഡ്രന്റ്. പോയിന്റ് ഓൺ വി പി ആൻഡ് ബിലോ എച്ച് പി, അല്ലേ? VP ആണ് below HP. ഓക്കെ. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട്. ഓക്കെ. യെസ് സാർ. അപ്പൊ അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. എന്നാ എക്സാം എന്നാണ് ആക്ച്വലി? എക്സാം 16-ാം തീയതി. 16. ഓക്കെ. 16 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എത്ര ഡേയ്സ് ഉണ്ട്? 1 വീക്ക്. നോക്കട്ടെ. 16 എന്ന് പറയുമ്പോൾ ഇന്ന് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 7 ദിവസം ഉണ്ടല്ലേ? അപ്പം 1, 2, 3, 4, 5, 7 ദിവസം കൊണ്ട് തീർക്കണം, അല്ലേ? ആ. ഓക്കെ. ശരി. അപ്പൊ ഇന്ന് നമുക്ക് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് എടുക്കാം. അപ്പൊ അത് ഇന്ന് വരച്ചു നോക്കുക, പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ്. ഓക്കെ. യെസ് സാർ. എന്നിട്ട് നാളെ ഞാൻ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്ന് ഒരുപാടൊന്നും വേണ്ട. ഇന്ന് അത്യാവശ്യം ആ ബേസിക്സ് മൊത്തം ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ. ഓക്കെ സാർ. അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ. ഓക്കെ. ശരി. അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കയറാം. യാ. ഓക്കെ. ഓക്കെ. അതായത് 3.2 എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടോ? 3.2. കണ്ടു സാർ. അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞു പോവാണ്, പക്ഷേ ഉജ്ജ്വൽ ഇത് വരച്ചു നോക്കണം. ഇപ്പൊ വരയ്ക്കണ്ട, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരച്ചു നോക്കണം. ഓക്കെ. പക്ഷെ ഇത് ഇതുപോലെ നോക്കി വരയ്ക്കരുത്, ആലോചിച്ചിട്ട് വരയ്ക്കാവുള്ളൂ. ഓക്കെ. യെസ് സാർ. ഓക്കെ. ഓക്കെ. അപ്പൊ നോക്കിയേ, എന്താണ് ക്വസ്റ്റിനി പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞു. ഞാനിപ്പോ ക്വാഡ്രന്റ് വരയ്ക്കാം. എന്താണ് ക്വസ്റ്റിനി പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ പറയുന്ന പോയിന്റ് ബി ആണെങ്കിൽ 30 HP-യുടെ എബവ് ആണ് ഓക്കെ. ഹൊറിസോണ്ടൽ ഓക്കെ. പ്ലെയിനില്. ഓക്കെ. പിന്നാണെങ്കിൽ 45 ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് അപ്പൊ ബി. ഏത് ക്വാഡ്രന്റിലാ അത്? ഇത് എബവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആകുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇപ്പൊ ഞാൻ ബി മാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ സ്ക്രീനിൽ? കണ്ടു സാർ. കണ്ടു. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അത് എത്ര മില്ലിമീറ്റർ ആണ് എബോവ് എച്ച് പി? 30, അല്ലേ? 30. 30 എബോവ് എച്ച് പി ആണ്. ആൻഡ് എത്ര ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? 45. 45 ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഈ ബിയുടെ ഇമേജ് എനിക്ക് വി പിയിൽ കിട്ടും. അതിനെ ബി ഡാഷ് എന്ന് പറയും. ബി ഡാഷ്. ഓക്കെ. യെസ് സാർ.
പിന്നെ മേളിൽ നിന്ന് നോക്കുമ്പം ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എനിക്ക് എച്ച് പിയിൽ കിട്ടും. അതിനെ സ്മോൾ ബി എന്ന് പറയും, സ്മോൾ ബി. യെസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് നോക്കി, ഫ്രണ്ട് വ്യൂവിന്റെ ഡിസ്റ്റൻസ് നോക്കി എത്ര ആണ് എബോവ് എച്ച് പി? 30 അല്ലേ? 30 mm. ഓക്കെ, അപ്പം എക്സ് വൈ ലൈൻ എന്ന് പറയുന്ന ഇതാണ്. ദിസ് ഈസ് ദി എക്സ് വൈ ലൈൻ. ഈ ഇന്റർസെക്ഷനാണ് എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലോട്ട് 30 മാറിയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ നോക്കി, ഇതാണ് ആൻസർ. കണ്ടോ, ഈ ആൻസർ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട് സാർ. അതിൽ ബി ഡാഷ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? എക്സ് വൈ ലൈനിൽ നിന്ന് 30 മേളിലോട്ട് മാറിയിട്ട്. ആ ഡൗട്ട് ഇല്ലല്ലോ അത്? ആ ബി ഡാഷ് എങ്ങനെ ഒന്ന് പറ. ബി ഡാഷ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ്. ഞാൻ ഫ്രണ്ട് വ്യൂവിന്റെ ആരോ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഫ്രണ്ട് വ്യൂവിന്റെ ആരോ. ആ ഫ്രണ്ട് വ്യൂവിന്റെ ആരാ അപ്പം ബി ഡാഷാ കാണുന്നത്. ആ, അതായത് അത് ബിയുടെ ഇമേജ് എനിക്ക് വി പിയിൽ കിട്ടും. ബിയുടെ ഇമേജ് വി പിയിൽ. ആ അപ്പൊ അതിന് അതിന് ബി ഡാഷ് അപ്പിയർ ചെയ്യുന്നുണ്ട്, അതാ കാണുന്നത് ആ, 30 വരുന്നത്. അതെ അതെ. അപ്പൊ അതാണ് എക്സ് വൈ ലൈൻ്റെ മുകളിൽ 30 മാറിയിട്ട് ബി ഡാഷ്. അതാണ് ഈ ബി ഡാഷ് കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? യെസ് സാർ. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ നോക്കിയേ. മേളിൽ നിന്ന് നോക്കുമ്പം, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ബി, അതായത് ഈ ബിയുടെ ടോപ്പ് വ്യൂ കാണാം എച്ച് പിയിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എച്ച് പിയിൽ കാണാം ബി. ഓക്കെ, എന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യും? അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് താഴെ എന്ത് കിട്ടും? എക്സ് വൈ ലൈൻ്റെ താഴെ എനിക്ക് ബി കിട്ടും. കണ്ടോ, ഈ ഡിസ്റ്റൻസ് 40 ആണ്, സോറി 45 ആണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബി ഡാഷും ബിയും ലൊക്കേറ്റ് ചെയ്തത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബി ഡാഷും ബിയും മാർക്ക് ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, ഡൗട്ടില്ല സാർ, മനസ്സിലായി അത്. ക്ലിയർ ആയി? ഓക്കെ. ഇനി അപ്പൊ ഇത് വരച്ചു നോക്കണം കേട്ടോ. ഉം. ഓക്കെ, ഇനി ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ? നോക്കി. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടോപ്പ് ടോപ്പ് വ്യൂ ഓഫ് പോയിന്റ് ജി 20 mm ബിലോ എക്സ് വൈ ലൈൻ ആണ്. അതായത് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ടോപ്പ് വ്യൂ. എക്സ് വൈ ലൈനിൽ നിന്ന് ഉം. 20 താഴോട്ട് മാറിയിട്ടാണ് അല്ലേ? അതാ തന്നേക്കുന്നത്. ഉം. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ആണെങ്കിൽ അതായത് എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് 20 മാറിയിട്ട് ടോപ്പ് വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ. ജി എന്ന് പറയുന്നതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, യെസ് സാർ. അത് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് ആൻഡ് ഇറ്റ് ഈസ് 50 എബോവ് എച്ച് പി അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് 50 എബോവ് എച്ച് പി. എച്ച് പി. ആ, ഐഡന്റിഫൈ വിച്ച് ക്വാഡ്രന്റ് ദ പോയിന്റ് ഈസ് പൊസിഷൻഡ്. അതായത് അവർ ചോദിച്ചേക്കുന്നത് ഈ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡ് ക്വാഡ്രന്റിലാണോ, ഫോർത്ത് ക്വാഡ്രന്റിലാണോ എന്ന് പറയാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെസ് സാർ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ഏത് ക്വാഡ്രന്റിലാണ്? ഇത് ടോപ്പ് വ്യൂ ആണെങ്കിൽ എക്സ് വൈ ലൈൻ്റെ താഴെ ആവുമ്പോൾ. ടോപ്പ് വ്യൂ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ടോപ്പ് വ്യൂ എച്ച് പിയിലാണ് എപ്പോഴും. ഓക്കെ, യെസ് സാർ. എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് വ്യൂ നമ്മുടെ കയ്യിലുണ്ട്. ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് ജി. പോയിന്റിന്റെ പേര് ക്യാപിറ്റൽ യെസ് ജി ആണ്. ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്. അത് എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര ദൂരം മാറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് സാർ. എത്ര ദൂരം മാറിയിട്ടാണ്? 20 മാറിയിട്ട് അല്ലേ? 20 mm. ഓക്കെ, എക്സ് വൈ ലൈനിൽ നിന്ന് 20 മാറിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പോയിന്റ് ജി എന്ന് പറയുന്ന പോയിന്റ് എത്ര ആണ് എബോവ് എച്ച് പി? 50 അല്ലേ? 50 mm വെച്ച്.
50 mm എബോവ് HP. ഉം. ആണ് സാർ. ഓക്കെ, അതായത് പോയിന്റ് ജി എന്ന് പറയുന്നത് 50 mm എബോവ് HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. എന്ന് പറഞ്ഞാൽ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. മനസ്സിലായോ? ഉം. ഉം. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പോയിന്റ് ജി ഡാഷ് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? 50 mm ഹൈറ്റിലല്ലേ നിൽക്കുന്നത്? 50 mm. ആണ് സാർ. ഓക്കെ, അപ്പം പോയിന്റ് ജി ഡാഷ് മാർക്ക് ചെയ്തു 50 mm എബോവ് HP. പോയിന്റ് ജി എന്ന് പറയുന്നത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ അത് മാർക്ക് ചെയ്തു, അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇങ്ങനെ ക്വാഡ്രന്റ് വരച്ച് നോക്കണം. ഞാനിപ്പോ ഈ ക്വാഡ്രന്റ് വരച്ചേക്കുന്നത് കണ്ടോ? കണ്ടു സാർ. ഇതുപോലെ ക്വാഡ്രന്റ് വരച്ച് നോക്കണം. ഓക്കെ, ഉം. യെസ് സാർ. ഒന്ന് നോക്കി. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ എന്നോട്. ഈ ക്വസ്റ്റ്യനിൽ വരച്ചതിലോ ചിന്തിക്കുന്നതിലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, ഓക്കെ സാർ. ഞാൻ ഒന്നുകൂടെ പറയണമെങ്കിൽ അതും പറയാം. ഒന്നുകൂടെ പറയണോ? വേണ്ട സാർ. പിടികിട്ടിയത്. പിടികിട്ടിയല്ലോ അല്ലേ? ഇത് സിമ്പിൾ ഉം. ആണ്. ഓക്കെ, ഉം. ഇനി അടുത്തത് അടുത്ത പ്രോബ്ലം എടുത്തേ. 3.4 എടുത്തേ. എടുത്തു സാർ. ഓക്കെ, അത് നോക്കി ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കിയേ. തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അത് ബിലോ HP ബിലോ. ബിഹൈൻഡ് VP. ഓക്കെ, ബിലോ HP ബിഹൈൻഡ്. പോയിന്റിന്റെ പേരെന്താ? എം എന്നാണ് എം അല്ലേ? ഉം. അതായത് എം എന്ന് പറയുന്ന പോയിന്റ് എത്ര ആണ് ബിലോ HP? 45 അല്ലേ? 45. ഉം. 45 ബിലോ HP ആൻഡ് എത്ര ആണ് ബിഹൈൻഡ് VP? 25. 25. ഉം. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഇമേജ് എനിക്ക് ഇവിടെ കിട്ടും, VP-യിൽ കിട്ടും. സോ ദിസ് ഈസ് M ഡാഷ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഉം. ഈ ഡിസ്റ്റൻസ് 45 ആണ്. ഉം. ടോപ്പിൽ നിന്ന് നോക്കുമ്പം ടോപ്പ് വ്യൂ എനിക്ക് ഇവിടെ കിട്ടും, M. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25 അല്ലേ? യെസ് സാർ. എന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം? 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ഉം. അപ്പൊ നോക്കിയേ, XY ലൈനിന്റെ താഴെ M ഡാഷ് കാണുന്നുണ്ടോ? XY ലൈനിന്റെ താഴെ M ഡാഷ് ആ. ഫ്രണ്ട് വ്യൂ ആണത്. ഫ്രണ്ട് വ്യൂ കണ്ടോ? വ്യൂ. ആ. ഇവിടെ ഇവിടെ നോക്കിയേ, ഫ്രണ്ട് വ്യൂവിന്റെ ഒരു ആരോ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഫ്രണ്ട് വ്യൂവിന്റെ ഒരു ആരോ. കണ്ടു സാർ. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് ആ എമ്മിന്റെ ഇമേജ് VP-യിൽ കിട്ടും, M ഡാഷ്. അത് XY ലൈനിൽ നിന്ന് താഴോട്ട് 45 mm മാറിയിട്ടാണ്. ഉം. ഓക്കെ, പിന്നെ ടോപ്പ് വ്യൂ എനിക്ക് ഇവിടെ HP-യിൽ കിട്ടി. എന്നിട്ട് ഞാൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ കറക്കുമ്പം അത് നേരെ മുകളിൽ പോകും, XY ലൈനിന്റെ മുകളിൽ പോയി. കണ്ടോ? ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ക്ലോക്ക് വൈസിൽ. ഉം. അപ്പൊ അത് നേരെ മേളിൽ പോയി. മനസ്സിലായോ? ഉം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ആ ക്വസ്റ്റ്യൻ നമ്പർ 3.5. 3.5 നോക്കി ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാം. 3.5. ഏത് ക്വാഡ്രന്റാ? ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP ആകുമ്പോ തേർഡാ. അഗെയിൻ തേർഡ് ക്വാഡ്രന്റ് അല്ലേ? ഉം. ഓക്കെ,